ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അത് കണ്ടിട്ട് ഇത് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ കഴിഞ്ഞ പാർട്ട് നിർത്തിയെടുത്തും തുടങ്ങാം അല്ലേ? നമ്മളിവിടുന്ന് അതുവഴിയാണ് കയറി വന്നത് കേട്ടോ. അതുവഴി കയറി ഇതിങ്ങനെ കയറി ഇതിലേക്ക് കയറി വന്നേ. കയറി വന്നപ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറുന്നത്. ഫസ്റ്റ് ടൈം. നിങ്ങളും എൻ്റെ കൂടെ ഫസ്റ്റ് ടൈം വരുന്നവരുണ്ടാവും. കാണാം നമുക്ക് എൻ്റെ മുകളിൽ ചെന്നിട്ട് എന്താണെന്ന്. നമുക്ക് ജോബ് ബ്രോ അവിടെ നിൽപ്പുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കയറണം കേട്ടോ. നിങ്ങൾ മനസ്സുള്ളവർ ഒരിക്കലെങ്കിലും വന്ന് കയറണം. ഇതാണ് കേട്ടോ വഴി. നമ്മളിതുവഴി എങ്ങനെ ഇറങ്ങി പോകണം? അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ആ വഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ഈ വഴി കൂടെ അങ്ങനെ അങ്ങ് പോകണം. ഈ സൈഡ് വഴിയാണോ? ആണോ? എന്തായാലും ഞാൻ ഇതുവഴി വരാം. അല്ല, അത് കുഴപ്പമില്ല. ഇങ്ങനെയാണ് കേട്ടോ ഈ വഴി കിടക്കുന്നത്. താഴോട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക്കാണ്. ബ്രോ അതിന് മുകളിൽ കയറി അതിലെ പോക്കാൻ നടക്കുകയില്ല. നമുക്ക് പോകാനുള്ള ഈ ഒരൊറ്റ വഴിയാണ്. ഇതിൻ്റെ അപ്പുറത്തും ഈ സൈഡിലും വലിയ കുഴിയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. മാക്സിമം എത്തിയിരിക്കുകയാണ്. അതാണ് ഫ്രണ്ട് സൈഡ് കേട്ടോ. അവിടെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുക കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല റിസ്ക്കാണ്. വളരെയധികം സൂക്ഷിച്ച് വേണം കാല് വെക്കാൻ. കാല് സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതേന്നേ ഇതിലല്ലേ ഞങ്ങളിതിലാണ് ഇറങ്ങാൻ നോക്കിയത്.
ഭയങ്കര കോമഡി ആയി പോയനെ ഇപ്പം. അതുകൊണ്ട് അവിടെ നിന്ന് പഠിച്ചെടുക്കേണ്ടി വന്നേ ഞങ്ങളെ. അല്ല ആണോ? അത് ശരി. ഞങ്ങളതേ ഇതിന് മേലുവഴിയാണ് കയറി പോയത് കേട്ടോ. ഇറങ്ങി വന്നപ്പോൾ ഇതുവഴി ഇറങ്ങി വന്ന് എന്തായാലും വൺ വേ ആണ്. ഇതുണ്ടോ, ഇത് ചതാവേലി. നിങ്ങൾക്കറിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ കിഴങ്ങ്, ഇതിൻ്റെ വേര് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ പറ്റുന്നതാണ്. നല്ല സാധനമാണ് കേട്ടോ. അച്ചാറിട്ട് കഴിക്കാനായിട്ട് സൂപ്പറാണത്. ആയുർവേദം കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു ഈ സാധനം. ഇത് എവർഗ്രീൻ്റെ ഇത് ചെടി ഇപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന വഴി മറന്നിട്ടില്ല. വന്ന വഴി കൂടെ ചില വഴിക്ക് മറന്നു കേട്ടോ. അല്ല ബ്രോ, ചിലത് വൺ വേ ആയിരുന്നു. അവിടെ വൺ വേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, വേറെ എങ്ങും ഇടയില്ലാഞ്ഞിട്ടോ. ഇതുണ്ടോ, കുപ്പി കൊണ്ട് കയറ്റി വെച്ചേക്കുന്നുണ്ടോ? ഇതിനകത്ത് കൊണ്ട് കയറ്റി വെച്ചേക്കാം കുപ്പി. അത്രയ്ക്കും ദാരിദ്ര്യമാണ്. പാറയുടെ ഇടയിൽ കൊണ്ട് കുപ്പി കയറ്റി വെച്ചേക്കുന്നു. ഇതുവഴിയാണോ ബ്രോ? ഇതുവഴിയല്ലേ പോകണ്ടേ? ഇതുവഴിയാ. ഇതുവഴിയാണ് പോകണ്ടേ. അപ്പം ഞാൻ അങ്ങോട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. ഇത് നല്ല കുത്തിറക്കം കേട്ടോ. ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് ഇറങ്ങണം, നല്ല പണി കിട്ടും. ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ കാണിച്ചത് ഞങ്ങൾ എങ്ങനെ കയറി വന്നത് കേട്ടോ. ഇത് കണ്ടോ അല്ലേ? ഇങ്ങനെയാണ് ഞങ്ങൾ കയറി വന്നത്. അതെ, ഞങ്ങളെ കാത്ത് 2 പേരെ താഴ്ന്നേക്കുന്നേ. അതെ, ഇതുണ്ടോ, ഇങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങി പോകേണ്ടത് കേട്ടോ. ഇവിടെ പിടിക്കാനായിട്ട് ഇതെങ്കിലും ഉള്ളത് നന്നായി. നല്ല വലിയ പാടായനെ. പയ്യെ പിടിച്ചിറങ്ങുക. ആരും ആവേശം കാണിക്കേണ്ട ആവശ്യമില്ല. പയ്യെ കയറി പയ്യെ ഇരുന്നും കിടന്നും ഒക്കെ ഇറങ്ങി കയറി വരാം. അത്രയ്ക്ക് റിസ്ക് കേട്ടോ. അത് ഈ ഒരു പോർഷൻ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇതുണ്ടോ, എൻ്റെ കാല് നിൽക്കുന്നുണ്ടോ? കാല് വിറയ്ക്കുന്നുണ്ടെന്ന്. അത്രയ്ക്കും സ്റ്റീപ്പാണ്. ഫൈനലി ഈ റീച്ച്. പക്ഷേ ഇവിടെ ഇച്ചിരി ടാസ്ക് കേട്ടോ. ഇവിടെ ഈ കമ്പി പിടിച്ചിറങ്ങാനുള്ളൂ കേട്ടോ. കമ്പി നല്ല സ്ട്രോങ് ആണ്. എനിക്ക് കാല് വെക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പിടിച്ചോണേ. ഞാനവിടെ പിടിച്ചിറങ്ങാം. ബ്രോ എന്നെ പിടിച്ചോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വേറെ ഇറങ്ങിക്കോളാം. ഓക്കെ, ബ്രോ ഇറങ്ങിക്കോളാം എന്നാണ് പറഞ്ഞത്. ഞാൻ പയ്യെ ഇറങ്ങാം കേട്ടോ. എന്തായാലും എനിക്കിവിടെ വന്നപ്പം എനിക്ക് വലിയൊരു ഭാഗ്യവണം കിട്ടി. എനിക്ക് നല്ലൊരു ചങ്ക് ബ്രോനെ കിട്ടി കേട്ടോ. എൻ്റെ ഒരു പുതിയൊരു ഫ്രണ്ടാണ് ജോയിൻ ബ്രോ. ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. സെയിം വൈബ്, ഇങ്ങനെ സെയിം വൈബുള്ള ഒരാളുമായിട്ട് വേണം കയറി പോകാൻ കേട്ടോ. നമുക്ക് എപ്പോഴും വേണമെങ്കിലും പോകാൻ പറ്റും അല്ലേ ബ്രോ? പാസ് ചെയ്യുന്ന ഒരു ഏരിയ തീർത്ത് ഇടുങ്ങിയൊരു ഏരിയ ആണ്. അതെ, അങ്ങോട്ട് പോയാലും റിസ്ക്, ഇങ്ങോട്ട് പോയാലും റിസ്ക്. അതെ, ബ്രോ ഉള്ളത് കൊണ്ടാണ് ഞാനും വന്നത്. അതെ, ബ്രോ ഉള്ളതുകൊണ്ടാണ് ഞാനും വന്നത്. അല്ല പോകാൻ പറ്റില്ല കേട്ടോ.
ഒറ്റയ്ക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഭയങ്കര റിസ്ക്കാണ്. ആ അതെ അതെ, മനസ്സിന് ഭയങ്കര ഒരു പേടിയുണ്ടാവും അല്ലേ. പിന്നെ ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട് കേട്ടോ, ഇതിനേക്കാളും വലിയ അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ വളരെ വളരെ നിസ്സാരമാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ചല്ലേ ബ്രോ ഇത് വളരെ അത് നല്ലൊരു അഡ്വഞ്ചർ സ്പോട്ടാണ് കേട്ടോ. ഇതൊക്കെ അഡ്വഞ്ചർ മാത്രം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് നിസ്സാരം അല്ലേ ബ്രോ, വളരെ നിസ്സാരമാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു, പക്ഷെ എന്നാലും എൻജോയ് ചെയ്തു കേട്ടോ അല്ലേ ബ്രോ. അപ്പോൾ ഞങ്ങൾ ഇതേണ്ട ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ കണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ പിള്ളേർ കയറി വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഫസ്റ്റ് ടൈമാണ് കയറി വരുന്നത് ഇവിടെ. ഒരാളിവിടെ ഈ കൂട്ടത്തിൽ ഒരാൾ നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവർ മേളിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ്, എൻജോയ് കേട്ടോ, നല്ല സൂപ്പർ വ്യൂ ആണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എരുമേലി. അവിടെ പഠിക്കുവാണോ? അമൽജ്യോതി തോന്നി. നിങ്ങൾ ശരിക്കും എവിടെ നേറ്റീവ്? എരുമേലി. നിങ്ങളെല്ലാം എരുമേലിക്കാർ? കറുകച്ചാല്. ആ നമ്മുടെ അടുത്താണല്ലോ, ഞാൻ വാഴൂര 14 മൈൽ. ആ പേരെങ്ങനെ? പാർത്ഥിവ്. ഷെജിൻ. ഞങ്ങൾ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡിൽ ടോപ്പിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ജോബിൻ പ്രായം ഉള്ളത്. ഞങ്ങൾ ഇതേണ്ട തിരിച്ച് നേരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഞാൻ കൊണ്ടുപോയ കുപ്പി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഈ ട്രാഷിലേക്ക് ഇടുക കേട്ടോ. ഇവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്, ഈ ഡസ്റ്റ്ബിന്നിലേക്ക് ഞാൻ ഇടുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവർ ഇതേണ്ട മേളിലേക്ക് കയറാൻ വന്ന് ചങ്ങനാശ്ശേരിക്ക് ടീമാണ്. അപ്പോൾ ഇവരൊക്കെ മേളിലോട്ട് കയറാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വന്നു. അവിടെ വന്ന് താഴെ എമിലി ചേച്ചിയുടെ കടയിലാണുള്ളത് കേട്ടോ. ഇവിടെ വന്ന് ഞങ്ങൾ ചെറിയൊരു ബ്രെഡ് ഓംപ്ലേറ്റും 2 ചായയൊക്കെ കുടിച്ച് പയ്യെ പോകണം. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇവിടെ വരിക, ചേച്ചിയുടെ കടയിൽ നിന്ന് ചായയും ബ്രെഡ് ഓംപ്ലേറ്റും കഴിക്കുക. ഇതാണ് എമിലി ചേച്ചി. എമിലി ചേച്ചി ഒരു ഹായ്. ഇല്ലിക്കക്കല്ല് കണ്ട് ഇറങ്ങി തിരിച്ച് ഈരാറ്റുപേട്ട വഴിയാണ് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് വെള്ളിച്ചമ്മല കാണുന്നത്. ആഹാ, അപ്പോൾ അവിടെ ഒന്ന് കയറി കണ്ട് അവിടെ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോവാം. ഞങ്ങളുടെ ഇല്ലിക്കക്കല്ല് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രചോദനമാകുന്നത് വീണ്ടും വീഡിയോ ഇടാൻ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.